അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, തഹജ്ജുദ് നിസ്കാരത്തിന് അടിമപ്പെട്ടുപോയ ആളുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തഹജ്ജുദ് നിസ്കാരം ലഹരിയായി കാണുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് നാം സംസാരിക്കുന്നത് തഹജ്ജുദ് നിസ്കാരത്തിൽ ലയിച്ച് അതിനടിമപ്പെട്ടുപോയ ആളുകളുടെ 7 ലക്ഷണങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണെങ്കിൽ, തഹജ്ജുദ് നിസ്കാരത്തോട് വല്ലാത്ത പ്രണയം തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണണം. എന്നിട്ട് ഇതിൽ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ചിലർക്ക് രാത്രിയുടെ നിശബ്ദതയിൽ ലോകം മുഴുവനും ഉറങ്ങുമ്പോൾ ആരെങ്കിലും വിളിച്ചുണർത്തുന്നത് പോലെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ തോന്നുന്നത്? ഇത് വെറുമൊരു ശീലമല്ല, ഇതൊരു അടിമത്തമാണ്. ഒരിക്കൽ തഹജ്ജുദിൻ്റെ മാധുര്യം നാവിലും കൽബിലും അലിഞ്ഞു ചേർന്നാൽ പിന്നെ ജീവിതം പഴയതുപോലെ ആവുകയില്ല. നിങ്ങൾ തഹജ്ജുദിന് അടിമപ്പെട്ടു പോയാൽ നിങ്ങളുടെ ഉള്ളിലും പുറത്തും സംഭവിക്കുന്ന അത്ഭുതകരമായ 7 മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. 1. തഹജ്ജുദ് നഷ്ടപ്പെട്ടാൽ ദിവസം മുഴുവനും ഒരു വിഷമം തോന്നും. തഹജ്ജുദ് നിസ്കാരം ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ ഒരാൾക്ക് ഒരു ദിവസം അത് നഷ്ടപ്പെട്ടാൽ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നും. ഇന്നലെ എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ചിന്ത ദിവസം മുഴുവനും അവൻ അലട്ടിക്കൊണ്ടിരിക്കും. കാരണം അവന് അത് ഒരു സാധാരണ നിസ്കാരം മാത്രമല്ല, അള്ളാഹുവിനോട് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സമയമാണത്. അതുകൊണ്ടാണ് തഹജ്ജുദ് നഷ്ടപ്പെടുമ്പോൾ മനസ്സിന് എന്തോ ഒരു വലിയ നഷ്ടം സംഭവിച്ചതുപോലെ അവന് തോന്നുന്നത്. അള്ളാഹുവിനോടുള്ള അവൻ്റെ സ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും ഒരു മനോഹരമായ അടയാളമാണത്. 2ാമത്തെ കാര്യം, ഉറക്കത്തിൽ നിന്ന് എളുപ്പത്തിൽ ഉണരാൻ കഴിയുന്നു എന്നതാണ്. തഹജ്ജുദ് നിസ്കാരം ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ ഒരാളുടെ മറ്റൊരു ലക്ഷണമാണ് ഇത്. സാധാരണ ദിവസങ്ങളിൽ അലാറം അടിച്ചാലും എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടാം. പക്ഷേ തഹജ്ജുദ് ശീലമാക്കിയ ഒരാൾക്ക് രാത്രി ആ സമയമാകുമ്പോൾ പലപ്പോഴും എളുപ്പത്തിൽ ഉണരാൻ കഴിയും. അത് അള്ളാഹുവിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ്. അള്ളാഹു അവനെ തൻ്റെ മുന്നിൽ നിൽക്കാൻ ഒരു അവസരം നൽകുകയാണ്. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എഴുന്നേറ്റ് വുളൂ ചെയ്ത് നിസ്കാരത്തിനായി നിൽക്കാൻ കഴിയുന്നത് എല്ലാ ആളുകൾക്കും കഴിയാത്ത ഒരു വലിയ സൗഭാഗ്യമാണ്. 3. രാത്രിയുടെ അവസാന ഭാഗം ഏറ്റവും പ്രിയപ്പെട്ട സമയമായി മാറുക എന്നത്. മിക്ക ആളുകൾക്കും രാത്രിയുടെ അവസാന ഭാഗം നല്ല ഉറക്കത്തിൻ്റെ സമയമാണ്. പക്ഷേ തഹജ്ജുദ് നിസ്കാരം ശീലമാക്കിയ ഒരാൾക്ക് അതാണ് ദിവസത്തിലെ ഏറ്റവും മനോഹരമായ സമയം. കാരണം ആ സമയത്ത് അള്ളാഹുവിനോട് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാനും മനസ്സ് തുറന്ന് സംസാരിക്കാനും അവന് അവസരം ലഭിക്കുന്നു. ആ നിമിഷങ്ങളിൽ ലഭിക്കുന്ന മനസമാധാനവും സന്തോഷവും മറ്റൊരു സമയത്തും എളുപ്പത്തിൽ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ രാത്രി അടുത്തെത്തുമ്പോൾ തഹജ്ജുദിൻ്റെ ആ സമയം വരാൻ അവൻ ആകാംക്ഷയോടെ കാത്തിരിക്കും. 4. ഒരു രാത്രി തഹജ്ജുദ് നിസ്കരിച്ചാൽ അടുത്ത രാത്രിക്കായി കാത്തിരിക്കും. തഹജ്ജുദിൻ്റെ മാധുര്യം ഒരിക്കൽ അനുഭവിച്ച ഒരാൾക്ക് അടുത്ത രാത്രി എപ്പോഴാണ് വരിക എന്ന് കാത്തിരിക്കാൻ തുടങ്ങും. പകൽ മുഴുവനും അവൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടാകും, ഇന്ന് രാത്രി വീണ്ടും അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കണമെന്ന ആഗ്രഹം, വീണ്ടും മനസ്സ് തുറന്ന് അള്ളാഹുവിനോട് സംസാരിക്കണമെന്ന ഒരു ആഗ്രഹം. മനസ്സ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സമയമായിരിക്കും അത്. അതിനാലാണ് ഓരോ രാത്രി കഴിഞ്ഞാലും അടുത്ത തഹജ്ജുദിൻ്റെ സമയത്തിനായി അവൻ സന്തോഷത്തോടുകൂടെ കാത്തിരിക്കുന്നത്. 5. ഒറ്റയ്ക്കിരിക്കാൻ മനസ്സ് കൊതിക്കും. തഹജ്ജുദ് നിസ്കാരം ശീലമാക്കിയ ഒരാളുടെ മറ്റൊരു ലക്ഷണമാണ് ഇത്. ആൾക്കൂട്ടത്തിനിടയിലായാലും അവൻ്റെ മനസ്സ് ചിലപ്പോൾ അള്ളാഹുവിനോട് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാൻ കൊതിക്കും. കാരണം ആ നിമിഷങ്ങളിലാണ് അവൻ ഏറ്റവും കൂടുതൽ മനസ്സമാധാനം ലഭിക്കുന്നത്. ലോകത്തിൻ്റെ ശബ്ദങ്ങളും തിരക്കുകളും വിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ സമയം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട സമയമായി മാറും. ആ സമയത്ത് അവൻ തൻ്റെ സന്തോഷവും സങ്കടവും പ്രതീക്ഷകളും എല്ലാം അള്ളാഹുവിനോട് തുറന്നു പറയുകയും അതിലൂടെ വലിയൊരു ആശ്വാസം കണ്ടെത്തുകയും ചെയ്യും. 6ാമത്തെ കാര്യം, അള്ളാഹുവിലുള്ള ആശ്രയവും തവക്കുലും വർദ്ധിക്കുന്നു എന്നതാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ തൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ പഠിക്കുന്നു എന്നതാണ്. സന്തോഷമുണ്ടെങ്കിലും വിഷമമുണ്ടെങ്കിലും ആദ്യം അവൻ അള്ളാഹുവിനോട് തന്നെ തുറന്നു പറയും. അതുകൊണ്ട് അവൻ്റെ മനസ്സിൽ ഒരു ഉറച്ച വിശ്വാസമുണ്ടാകും, എൻ്റെ അള്ളാഹു എനിക്ക് കൂടെയുണ്ട്, അവൻ എന്നെ ഒരിക്കലും കൈവിടില്ല എന്ന വിശ്വാസം. ഈ വിശ്വാസമാണ് അവന് വലിയ സമാധാനവും ധൈര്യവും നൽകുന്നത്. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അള്ളാഹു അതിന് ഒരു നല്ല വഴി തുറന്നു തരുമെന്ന് അവൻ ഉറച്ച പ്രതീക്ഷയോടെ ജീവിക്കുന്നു. 7. മനസ്സിൽ ഒരു പ്രത്യേക സമാധാനമുണ്ടാകും. തഹജ്ജുദ് നിസ്കാരം ശീലമാക്കിയ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മാറ്റങ്ങളിൽ ഒന്നാണ് ഇത്.
ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും പരീക്ഷണങ്ങൾ ഉണ്ടായാലും അവൻ്റെ മനസ്സിൽ ഒരു പ്രത്യേക സമാധാനമുണ്ടാകും. കാരണം എല്ലാ രാത്രിയിലും അവൻ തൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിനോട് തുറന്നു പറയാറുണ്ട്. അത് അവൻ്റെ മനസ്സിന് വലിയ ഒരു ആശ്വാസം നൽകുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സാഹചര്യം വന്നാലും അള്ളാഹു എനിക്ക് കൂടെയുണ്ട് എന്ന വിശ്വാസം അവനെ തളരാതെ മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, അവസാനമായി നിങ്ങളോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇത്ര മനോഹരമായ ഒരു ഇബാദത്തിൻ്റെ മധുരം ഒരിക്കലെങ്കിലും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇതുവരെ തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്നത്തെ രാത്രി തന്നെ ഒരു തുടക്കം കുറിക്കൂ. 2 റക്അത്ത് മാത്രമെങ്കിലും മതി. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് സംസാരിക്കൂ. നിങ്ങളുടെ മനസ്സിലുള്ളത് അവനോട് തുറന്നു പറയൂ. ഇൻഷാ അള്ളാഹ് അതിൻ്റെ സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിയും. അള്ളാഹു നമുക്കെല്ലാവർക്കും തഹജ്ജുദ് സ്ഥിരമായി നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.